Welcome to Flavors of Thailand. അങ്ങനെ നമ്മൾ ക്രോക്രച്ച് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് ഏരിയയിൽ നിന്നും ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഒരു ഡിന്നർ ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. അത് ശരിക്കും സിറ്റിയുടെ നടുക്കാണ്. ഇവിടെ ഇപ്പോൾ റിവർ സിറ്റി എന്ന് പറയുന്ന ഈ ഭാഗത്താണ് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേക്കും ബോർഡിങ്. അതിന് മുന്നേ പക്ഷേ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ക്രൂയിസിന് പോകാം. ഡിന്നർ കഴിക്കാനാണ് പോകുന്നത്, പക്ഷേ അത് ഇച്ചിരി സമയം എടുക്കില്ല. ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരു ടോമിയം സൂപ്പാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ടോമിയം പ്രോൺസ് വെച്ചിട്ട് ഷ്രിംപ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ കുറച്ച് റൈസ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഡിഷ് പോലെയാണ്. ഇതാണ് മെയിൻ. എന്ത് സ്വാദറിയാം, ഭയങ്കര ടേസ്റ്റാണ്. റൈസിങ്ങിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ കുടിക്കണം. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നേരെ ക്രൂസിന് പോകും. ഇത് ശരിക്കും ഒരു ബിസി ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ലേ പറ്റുള്ളൂ. ഇതുപോലെ റോഡ് സൈഡിലിരുന്ന് നല്ലതായിട്ട് ആഹാരമൊക്കെ കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ബസ് വരുന്നു ബഹളം. അപ്പോൾ ഇത് ടൂർ ഗ്രൂപ്പ്സ് ഇങ്ങനെ വരികയാണ് ഡിന്നർ ക്രൂസിന് പോകാനായിട്ട്. പല ഹോട്ടൽസിൽ താമസിക്കുന്നവർ ഇങ്ങനെ ബുക്ക് ചെയ്യുമല്ലോ, കണ്ടക്റ്റഡ് ടൂർ പോലെ. അവരുടെ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരെ ഇറക്കുകയാണ്. നമ്മളിപ്പം അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്തതാണ്. തായ്ലൻഡിൽ വന്നിട്ട് ടോമിയം സൂപ്പ് കുടിക്കുന്ന പോലൊരു സുഖം വേറൊന്നിനുമില്ല. ധാരാളം കൊഞ്ചും ലെമൺ ഗ്രാസ്, മഷ്റൂംസ്, കാലങ്കൽ, മല്ലിയില, ലൈം ജ്യൂസൊക്കെ ചേർത്ത് സുഖകരമായൊരു ഫീലാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ടോമിയം ഷ്രിംപ്സ് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, എല്ലാം നല്ല ഭംഗിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. മീൻ പലതരം. ഇപ്പുറത്താണെങ്കിൽ എല്ലാം റോ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്തെ സ്റ്റോളിൽ ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ അവരുണ്ടാക്കി തരും. ഇത് മുഴുവൻ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഭാഗമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കഴിക്കാൻ സാധിക്കുക. ഇവിടെ നല്ല തിരക്കായി. എല്ലാവരും ക്രൂസിന് പോകാനുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു ക്രൂയിസ് പോയിന്റ് ആണ്. അതേ നോക്കൂ, അപ്പുറത്തെ സൈഡിൽ മുഴുവൻ സ്കൈ സ്ക്രേപ്പേഴ്സ്, ബ്യൂട്ടിഫുൾ റിവർ നടുക്ക് ഇങ്ങനെ പോകുന്നു. പല ടൈപ്പ് ഓഫ് ക്രൂസ് ഷിപ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു തായ് ടൈപ്പാണ്. തായ് ഫാഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടേത് ഇതല്ല, വേറൊരെണ്ണം വരുന്നുണ്ട്. ഇങ്ങനെ പല 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 ടൈപ്പ് ഓഫ് ക്രൂസ് ആണ് ഇവിടെ നടക്കുന്നത്. റിവർ ക്രൂയിസാണിത്, റിവർ ക്രൂയിസ്. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഈ ഒരു റിവറിലൂടെ ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്ത് മ്യൂസിക് ഉണ്ടാകും, നല്ല ഭക്ഷണം, അങ്ങനെ. അവിടെ വേറൊരു ആഡംബര നൗകയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരെണ്ണമുണ്ട്. ഇങ്ങനെ എല്ലാം നമുക്ക് അപ്പർ ഡെക്കിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പർ ഡെക്ക് എന്ന് പറയുമ്പോൾ മേളത്തെ നില. അതിൽ അപ്പർ ഡെക്ക് കണ്ടോ, ഓപ്പൺ എയറിലിരിക്കാൻ പറ്റും. താഴത്തെ നിലയിൽ കിട്ടിയാൽ അത്ര ഗുണമില്ല. അപ്പുറത്തേക്ക് കിട്ടുകയാണ് ഏറ്റവും നല്ലത്. എന്ത് രസമായിരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ രാത്രിയാകും. അന്നേരം എല്ലാ ലൈറ്റ്സും കാണും. ചുറ്റുമുള്ള ബിൽഡിങ്സിലെ ലൈറ്റ്സ് എല്ലാം കണ്ട് ആസ്വദിച്ച് ഈ റിവർ ക്രൂസ് എന്ന് പറയുമ്പോൾ എന്ത് രസമായിരിക്കും. നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് വേറൊരു മൂഡ് തന്നെ ആയിരിക്കും. റൊമാൻറ്റിക് നൈറ്റാണ് ശരിക്കും. കപ്പിളായിട്ടൊക്കെ വരുന്നവർക്ക്, ഹണിമൂൺ കപ്പിൾസിനോ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് വരുന്നവർക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ എല്ലാം ഭയങ്കര രസമായിരിക്കും. ഇത് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കപ്പിൾസിൻ്റെ കാര്യം, ആനിവേഴ്സറിക്ക് വരുന്നവർ അല്ലെങ്കിൽ ഹണിമൂൺ അങ്ങനെ വരുമ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ചിരി വരുന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഭയങ്കര ഒരു വൈറലായ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിലൊക്കെ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ബുക്ക് ചെയ്തിട്ട് ഈ യൂറോപ്പ് ടൂറിനോ മറ്റോ
അതിൽ ഹസ്ബൻഡിന് വിസ കിട്ടാഞ്ഞിട്ട് ഭാര്യ ഒറ്റയ്ക്ക് പിന്നെ പോണ്ടി വന്നു. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഒറ്റയ്ക്ക് പോയിട്ട് സെൽഫി എടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സെൽഫി എടുത്ത് അയക്കുന്നു. എന്നിട്ട് അത് പോസ്റ്റ് ചെയ്തു. ഭയങ്കര വൈറലായി. അതുപോലെയാണ് ഈ നല്ല ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സ്ഥലത്തെല്ലാം ഞാനും ഒറ്റയ്ക്കാണ് വരുന്നത്. ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ, ഭയങ്കര ബിസിയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഇവിടെ വരുമ്പോൾ അയ്യോ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, റൊമാൻറ്റിക് സിറ്റി സ്ഥലം. പക്ഷേ പിന്നീട് നമുക്ക് വേണമെങ്കിൽ വരാം. നമ്മൾ ഈ സ്ഥലമെല്ലാം കണ്ടു വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വരാം. അപ്പോൾ നിങ്ങളും അതുപോലെ ഈ സ്ഥലത്തേക്കൊക്കെ വരിക. ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ. ഇതിപ്പോൾ 3-4 ഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയോ എല്ലാ ഷിപ്പിലേക്കുള്ള ആൾക്കാരും ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളും വെയിറ്റിങ്ങിലാണ്. ഇവിടെയാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഓപ്പൺ എയറിലിരുന്ന് ആഹാരം കഴിക്കുന്നു. അത് കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ്. ഇപ്പുറത്തെ സൈഡിൽ റിവറിനോട് ചേർന്ന് ഒരു ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ക്രൂസ് ഷിപ്പ്. അതിൻ്റെ മേളത്തെ ഡെക്കിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അത് മന്ദം വരുന്നത് നോക്കുക, എന്ത് ഭംഗിയല്ലേ. ഒരു റൊമാൻറ്റിക് ഷിപ്പാണിത്, ഭയങ്കര രസമായിരിക്കുന്നു. നൈസ്, വെരി നൈസ്. നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മളിനി അതിനകത്തേക്ക് പോകും. ഇപ്പുറത്തെ സൈഡിൽ വേറൊരെണ്ണം ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇതിങ്ങനെ കുറച്ച് നേരം പുറത്തു നിന്ന് നോക്കുന്നതും ഭയങ്കര രസമാണ്. എല്ലാവരും സെൽഫി എടുത്ത് കളിക്കുവാണ് അതിൻ്റെ മേളിലും താഴെയും. അങ്ങനെ നമ്മൾ അപ്പർ ഡെക്കിലാണ്. ഇത് നമ്മളുടെ ഷിപ്പ്. തൊട്ടപ്പുറത്ത് തന്നെ ഷിപ്പുണ്ട്. എല്ലാവരും ഒന്നിച്ചായിരിക്കും പോകുന്നത്. നല്ലൊരു ഡിന്നർ വിത്ത് മ്യൂസിക്, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ക്രൂയിസ് ആദ്യത്തെ ഒരു വെൽക്കം ഡാൻസ്. ഇനി നമ്മൾ ആ റിവറിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ പോവാണ്. എന്തൊരു ഭംഗി. നല്ലൊരു മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് വെൽക്കം നോട്ടോടുകൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. തായ്ലാൻഡ് ട്രഡീഷണൽ ഡാൻസ്. ഒരു തായ് സ്റ്റൈൽ വെൽക്കം തന്നെയാണ്. ഇവിടെ ഇൻ ഹൗസ് വൈൻ കളക്ഷൻ ഉണ്ട്. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ഹോട്ട് ഡ്രിങ്ക്സും ഉണ്ട്, അല്ലെങ്കിൽ വൈൻ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ പേ ചെയ്യണം. അല്ലാണ്ട് കാര്യങ്ങളെല്ലാം ഇൻക്ലൂസീവാണ്. ഡിന്നറും മ്യൂസിക്കും ഈ ഒരു മനോഹരമായ യാത്രയും. ഇവരുടെ മ്യൂസിക് കേൾക്കാൻ എന്ത് രസമാണ്, തായ് മ്യൂസിക്.
വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്ത്. പ്ലസ് ഒരു ഭയങ്കര മെറി മേക്കിങ്ങും ഉണ്ട്. ബ്യൂട്ടിഫുൾ ഒരു സെറ്റിംഗ് ആണ്. നല്ല കാറ്റും ആ റിവറിലൂടെ ഇങ്ങനെ നമ്മുടെ ബോട്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ അറിയുന്നേ ഇല്ല. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല കാറ്റും ആസ്വദിച്ച്. ആഹാ, ഇവിടെ ഡിന്നർ എല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്ന തിരക്കില്ല. നല്ലൊരു ബുഫേ സ്പ്രെഡാണ്. ടോട്ടലി സാലഡ്സ്, മെയിൻ കോഴ്സ്, ഡിസേർട്ട്സ് എല്ലാം ഭയങ്കര രസമാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനവും അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച. ഇവിടെ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, ധാരാളം ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിശക്കുന്നേ ഇല്ല. നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ, ഞാൻ ടോം യം സൂപ്പെല്ലാം കുടിച്ചിട്ടാണ് കയറിയത്. ഒരു 2 മണിക്കൂർ പോലും ആയിട്ടില്ല, വിശക്കുന്നില്ല. അപ്പർ ഡെക്ക് ആയതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഇത് സ്റ്റെപ്സ് ഇറങ്ങി താഴോട്ട് പോയാൽ ലോവർ ഡെക്ക്. അവർക്ക് ഇത്രയും രസം ഉണ്ടാവില്ല, ഇത് ഭയങ്കര രസം. നല്ല കാറ്റും ആ റിവറിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ബ്രീസൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല മ്യൂസിക്കും നല്ല ഭക്ഷണവും. ഞാനിപ്പം നമ്മുടെ ഡെക്കിൻ്റെ ഏറ്റവും മുകളിലൊരു കോർണറിൽ വന്ന് നിൽക്കുകയാണ്. ഇതിങ്ങനെ ഭയങ്കര രസം. ഇവിടെ ഇങ്ങനെ ഒരു സൈലൻറ്റ് സ്പോട്ട്. ഇതൊരു ലൈറ്റ് ഇങ്ങനെ ഇവിടെ എല്ലാം നോക്കും, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കുറച്ചൊരു ഇരുണ്ട ഭാഗം, ചുറ്റും നോക്കൂ, സ്കൈ സ്ക്രീപ്പേഴ്സ് എല്ലാം, വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് എല്ലാം രാത്രിത്തെ ആ ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നു. റിവറിലിങ്ങനെ ഇതുപോലെയുള്ള ക്രൂയിസ് ബോട്ട്സ് ഇങ്ങനെ പോകുന്ന കാഴ്ചയും കാണാം. അതും നല്ല കളർഫുള്ളായിട്ട്. ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതിങ്ങനെ ആസ്വദിച്ചത്. ഇവിടെ എല്ലാം ചെറിയ ടേബിൾസ്, ക്യാൻഡിൽ ലൈറ്റ്, ഡിന്നർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു രക്ഷയുമില്ലാത്തൊരു ആംബിയൻസ്, ബ്യൂട്ടിഫുൾ സെറ്റിങ്സ്, മോസ്റ്റ് റൊമാൻറ്റിക് ഒരു നൈറ്റായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഏതൊരാൾക്കും തോന്നും. ബ്യൂട്ടിഫുൾ നൈറ്റ് ലൈഫ് നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുന്നത് ഒരു മറ്റൊരു രീതിയാണ്. ഇതാണ് ബാങ്കോക്കിൻ്റെ രാത്രി കാഴ്ച. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഏരിയൽ വ്യൂ ആണെങ്കിലും അല്ലാതെ നോക്കുമ്പോഴും നടുക്ക് കൂടി ആ റിവർ ഇങ്ങനെ ഒഴുകുന്നു, അതിന് ചുറ്റുമുള്ളൊരു നഗര കാഴ്ച. ഭംഗി നോക്കൂ. കംപ്ലീറ്റ് ആഡംബര നൗകകളും ഇപ്പോൾ ഇതേ ഈ റിവറിലുണ്ട്. രാത്രിത്തെ ക്രൂയിസിന് ഇറങ്ങിയിരിക്കുകയാണ്. പല 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 കാര്യങ്ങൾ അവിടെ, ഒരെണ്ണം ഇതൊരെണ്ണം. സോ നൈസ്. എനിക്ക് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കുട്ടനാടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേവ് വള്ളങ്ങളും പിന്നെ ഹൗസ് ബോട്ട്സും ഇങ്ങനെ പോകുന്ന കാണാറില്ലേ, അതുപോലെയാണ്. ഇതിപ്പോൾ രാത്രി കാഴ്ച ഇതാണ് ഇവിടെ ഈ റിവറിൽ. ഇതൊരു 2 hours ആണ്, ഇങ്ങനെ 7 to 9. ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഇങ്ങനെ ഒരു അരയന്നത്തോണി ഒഴുകി നടക്കുന്ന പോലെ ഇങ്ങനെ പോവാണ്.
സമയമില്ലെങ്കിലും എന്തെങ്കിലും എടുക്കണമല്ലോ. കാര്യം സമയം കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. വളരെ കുറച്ചേ എടുക്കാൻ പറ്റുന്നുള്ളൂ. വലിയ മണ്ടത്തരമായി പുറത്തുനിന്ന് കഴിച്ചിട്ട് കയറിയത്. എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലെത്തി ഡിസേർട്സ്. പാനക്കോട്ട, ക്രീം ബ്രൂലേ, ക്രം ബ്രൂലേ, ടിറാമിസു, എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് ആവശ്യം പോലെ കഴിക്കാൻ പറ്റും. പ്രോഫിറ്റ് റോൾസ്, മെയിൻ ഫുഡ് വളരെ കുറച്ച് കഴിച്ചിട്ട് ഡിസേർട്ട്സ് കഴിക്കാം. നല്ല ഒരു ഡിന്നറാണ്. ഒരുപാട് വലിയ സ്പ്രെഡുണ്ട്. ബോത്താണ്. നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് എടുക്കുന്നത് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഒരു 1000 ബാറ്റ് 1200 ബാറ്റിനകത്തേ ആകുള്ളൂ ഒരാൾക്ക് ഈ ഒരു ഡിന്നർ ക്രൂസ്. അതായത് നമ്മുടെ 2000-2500 രൂപ. ക്രൂസിന്റെ മൂഡ് വേറെ വ്യത്യസ്തമായ മൂഡിലേക്ക് പോയി എല്ലാവരും ഭയങ്കര വെറുതേക്കും ഡാൻസിലേക്ക് അറിയില്ല. ലാസ്റ്റ് സ്റ്റേജാണ്. അടിപൊളിയാണ്. എല്ലാവരും കൂടെ ഡാൻസ്. ഇവിടെ വന്നിട്ടുള്ള ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഹിന്ദി സോങ്സ് എല്ലാവരും പാടുന്നത്. അവിടെ ഡാൻസ് തകർന്നു പിടിച്ച് നടക്കുകയാണ്. സൈഡിലൂടെ ഇങ്ങനെ വേറെ പോയിക്കൊണ്ടിരിക്കുന്നു. വേറൊരു മൂടാണ് ഇപ്പോൾ. എന്തായാലും ഇതൊരു വർത്ത് ആയിട്ടുള്ളൊരു ട്രിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ആര് തായ്ലൻഡിൽ വന്നാലും ബാങ്കോക്കിൽ വന്നാലും ബാങ്കോക്കിലെ ഡിന്നർ ക്രൂസ്, നൈറ്റ് ഡിന്നർ ക്രൂസ് എടുത്തിരിക്കണം. മസ്റ്റ് സീ സംഗതികളുടെ കൂട്ടത്തിൽ ഞാൻ 1 റേറ്റ് ചെയ്യുന്ന ഇതാണ്. പിന്നെ നമ്മളുടെ ഒരു സഫാരി, ഇതെല്ലാം തന്നെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ വീക്കെൻഡ് മാർക്കറ്റ്, പിന്നെ ഇതെല്ലാം കണ്ടിരിക്കേണ്ട സാധനങ്ങളാണ്, എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് നോക്കൂ, എന്ത് രസം. നമ്മൾ ആ പാലവും ക്രോസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. ഇവിടെ കംപ്ലീറ്റ് നല്ലൊരു ഭക്ഷണം കഴിക്കും, മ്യൂസിക്, ഡാൻസ്, വേറെ ഒന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. സന്തോഷം മാത്രം. എല്ലാവരും ഹാപ്പിയാണ്. സോ നൈസ്. എന്ത് രസകരമായ ഒരു ബോർഡറാണ് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബൗണ്ടറി ഇതാണ് നമ്മുടെ ക്രൂസിൻ്റെ ഒരു എൻഡ് പോർഷൻ. ഇവിടെ നിന്ന് നമ്മുടെ റിവർ ക്രൂസ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ടേൺ ചെയ്യാണ്. നമ്മുടെ ഷിപ്പ് ഇങ്ങനെ ടേൺ ചെയ്തു. അപ്പോൾ ഈ മനോഹരമായ റിവർ ക്രൂസിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു എൻഡാണിത്. ഇനി ഇതിങ്ങനെ തിരിഞ്ഞു. ഇനി തിരിച്ച് നമ്മൾ വന്ന അത്രയും ഡിസ്റ്റൻസ് തിരിച്ചു പോവാണ്. ഇനി ഇത് റിട്ടേൺ ജേർണിയാണ്. റിലാക്സ്, ഫുഡ് കഴിഞ്ഞു, എൻജോയ്മെൻറ്റ്, മെറിമേക്കിംഗ്, റിലാക്സ്. അപ്പോൾ ഇന്നത്തെ ഈ രാത്രിയുടെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷിക്കാനുള്ളത്? അപ്പോൾ നാളെ വീണ്ടും കാണാം. അതുവരെ